പഞ്ചാബ് കിങ്സുമായുള്ള IPL പോരാട്ടത്തിൽ ക്യാപ്റ്റൻസിയിൽ തുടക്കത്തിൽ ഒരു മണ്ടത്തരം കാണിച്ച ശേഷം ഞെട്ടിച്ചിരിക്കുകയാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ക്യാപ്റ്റൻ രജത് പാട്ടിദർ. ഇതോടെ വലിയ ടോട്ടലിലേക്ക് മുന്നേറിയ പഞ്ചാബിനെ RCB പിടിച്ചു നിർത്തുകയും ചെയ്തു. 3 ദിവസത്തിനിടെ IPLൽ RCBയും പഞ്ചാബും തമ്മിൽ മുഖാമുഖം വരുന്ന രണ്ടാമത്തെ മത്സരമാണിത്. വെള്ളിയാഴ്ച ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBയെ പഞ്ചാബ് വീഴ്ത്തിയിരുന്നു. ഇനി ഹോം ഗ്രൗണ്ടിലെ രണ്ടാം പാദത്തിലും ജയം ആവർത്തിക്കാൻ ഉറച്ചാണ് ശ്രേയസ് അയ്യരും സംഘവും ഇറങ്ങിയത്. ടോസിന് ശേഷം RCB നായകൻ രജത് പാട്ടിദർ പഞ്ചാബ് കിങ്സിനോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ബൗളിംഗിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ വലിയൊരു ചൂതാട്ടം നടത്തി. സാധാരണയായി ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡുമാണ് RCBക്കായി ന്യൂ ബോൾ കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ ഭുവിക്കൊപ്പം യാഷ് ദയാലിനെ പാട്ടിദർ ന്യൂ ബോളിൽ പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഈ നീക്കം മണ്ടത്തരമായിരുന്നുവെന്ന് പിന്നാലെ തെളിഞ്ഞു. രണ്ടാമത്തെ ഓവറിലാണ് ദയാൽ ബൗൾ ചെയ്തത്. 2 4ഉം 1 6ഉം അടക്കം 17 റൺസ് ഈ ഓവറിൽ പഞ്ചാബ് വാരിക്കൂട്ടി. അടുത്ത ഓവറിൽ ഭുവി 12 റൺസും വിട്ടുകൊടുത്തു. ദയാലിനെ വെച്ചുള്ള ചൂതാട്ടം പാളിയെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ പാട്ടിദർ 4ാം ഓവറിൽ ഹേസൽവുഡിനെ കൊണ്ടുവന്നു. 10 റൺസ് അദ്ദേഹം വഴങ്ങി. പേസർമാർക്ക് ഈ പിച്ചിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യമായ പാട്ടിദർ ഉടൻ ഗെയിം പ്ലാൻ മാറ്റി. 5ാം ഓവറിൽ സ്പിന്നറായ കൃണാൽ പാണ്ഡ്യയെ അദ്ദേഹം കൊണ്ടുവന്നു. ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറി. രണ്ടാമത്തെ ബോളിൽ തന്നെ വമ്പനടിക്കാരനായ ഓപ്പണിംഗ് പ്രിയാൻഷ് ആര്യയെ അദ്ദേഹം അടക്കി. ഈ ഓവറിൽ 8 റൺസ് മാത്രമേ പഞ്ചാബ് നേടിയുള്ളൂ. 6ാം ഓവറിൽ ഹേസൽവുഡാണ് പന്തെറിയാനെത്തിയത്. പക്ഷേ ഈ ഓവറിൽ ഒരു 6 അടക്കം 13 റൺസ് പഞ്ചാബിന് ലഭിച്ചു. എന്നാൽ അടുത്ത ഓവറിൽ കൃണാൽ പഞ്ചാബിന് അടുത്ത പ്രഹരമേൽപ്പിച്ചു. ആദ്യ ബോളിൽ തന്നെ പഞ്ചാബ് ഓപ്പണർ പ്രഭ്സിമ്രാൻ സിംഗിനെ കൃണാൽ പുറത്താക്കി. വെറും 3 റൺസാണ് അദ്ദേഹം ഈ ഓവറിൽ വിട്ടുകൊടുത്തത്. ടീമിലെ പ്രധാന പേസർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി പാട്ടിദർ ഈ സീസണിൽ ആദ്യമായി കളിക്കാനിറങ്ങി മാരിയോ ഷെപ്പേർഡിനെ പന്തേൽപ്പിച്ചു. ഈ നീക്കം ഫലം കണ്ടു. 4ാമത്തെ ബോളിൽ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ അദ്ദേഹം മടങ്ങുകയായിരുന്നു. വെറും 5 റൺസ് മാത്രമേ ഈ ഓവറിൽ പഞ്ചാബ് നേടിയുള്ളൂ. കൃണാലിന് തുടരെ 3ാമത്തെ ഓവർ നൽകാതെ 9ാം ഓവർ തന്റെ അടുത്ത സ്പിന്നറായ സുയാഷ് ശർമ്മയ്ക്ക് പാട്ടിദർ പരീക്ഷിച്ചു. ഈ ഓവറിലെ അവസാന ബോളിൽ നെഹാൽ വധേര റണ്ണൌട്ട് ആകുകയും ചെയ്തു. ഡബിളിനായി ഓടിയ താരത്തെ ടിം ഡേവിഡ്, വിരാട് കോഹ്ലി എന്നിവരുടെ ത്രോക്കൊടുവിൽ ജിതേഷ് ശർമ്മ റണ്ണൌട്ട് ആക്കുകയായിരുന്നു. ഇതോടെ പഞ്ചാബ് 4 വിക്കറ്റിന് 76ലേക്കും വീണു. വിക്കറ്റ് പോവാതെ 42 റൺസിൽ നിൽക്കവെയാണ് അടുത്ത 34 റൺസിനിടെ 4 വിക്കറ്റുകൾ RCB പിഴുതത്.